അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ടു, അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുവാനും അതിലൂടെ സ്വർഗത്തിൽ പോകുവാൻ വേണ്ടി. അതുകൊണ്ട് ഈ ഒരു അമൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതും ശഅബാൻ മാസത്തിൽ നോമ്പിന് നാം കൂടുതൽ പ്രാധാന്യം നൽകണം. രണ്ടാമത്തെ അമൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖിറാഅത്തുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിന്റെ ഖിറാഅത്താണ്. അതുകൊണ്ടാണ് സലഫുകൾ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, ഈ ഉമ്മത്തിലെ പൂർവ്വസൂരികൾ ശഅബാൻ മാസം വന്നാൽ ഹദീസിൽ വന്ന, അതല്ലെങ്കിൽ അസറിൽ വന്ന പ്രയോഗം, ആ പ്രയോഗം അവർ ഖുർആനിലേക്ക് മുഖം കുത്തി വീണിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഖുർആനിനെ അത്രമാത്രം അവർ പരിഗണിച്ചു. എന്നിട്ട് അവർ ഇതിനൊരു പേര് നൽകി, ശഅബാൻ ഷഹ്റുൽ ഖുറാ, കാരിയങ്ങളുടെ മാസമാണ് എന്നവർ പേര് നൽകുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഖുർആനിന്റെ ഖിറാഅത്തിന് ശഅബാൻ മാസത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകണം. എന്തുകൊണ്ടാണത്? റഹ്മാനായ റബ്ബിലേക്ക് ഏറെ പ്രിയപ്പെട്ട അമലുകളിൽ ഒന്നാണ് ഖിറാഅത്തുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന വൽ ഹസനതു ബിഅശ്രി അംസാലിഹ. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് പാരായണം ചെയ്താൽ അതിന് 10 കൂലിയാണ്. ആ 10 കൂലി ഓരോ ഹർഫിനും ലഭിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ഉദാഹരണത്തിന് അലിഫ് ലാം മീം എന്ന് ഒരാൾ